ഇത് മറപിടിയല്ല, മറുപടിയാണ്, കൃത്യമായ മറുപടിയാണ്. അപ്പോ അള്ളാഹുവിന്റെ മതത്തിലില്ലാത്ത ആശയം നിങ്ങൾ കടത്തിക്കൂട്ടിയിട്ട് അതിനെ ചോദ്യം ചെയ്ത ഞങ്ങൾ നിങ്ങളെ മുശ്രിക്കാക്കി എന്ന് പറഞ്ഞ് ജനങ്ങളെ വികാരഭരിതരാക്കാൻ ശ്രമിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. നമുക്ക് പിന്നെ വികാരം ഉണ്ടാക്കേണ്ട കാര്യമില്ല, വിവേകത്തിലൂടെ ജനങ്ങൾ കാര്യം മനസ്സിലാക്കും. അതാണ് നമ്മളെ ഡ്യൂട്ടി. പിന്നെന്താ പറഞ്ഞു? സുബ്ഹാനല്ലാഹ്, ഈ സലഫികളെന്ന് പറയുന്നവർ നിങ്ങളല്ല കേട്ടോ, കേരളത്തിലെ നേതാക്കന്മാര്. മനസ്സിലായോ? കേരളത്തിലെ നേതാക്കന്മാർ, കേരളത്തിലെ നേതാക്കന്മാരെ നിങ്ങൾക്ക് കിട്ടൂല. ഞാൻ പറഞ്ഞല്ലോ, ചില പ്രസംഗകരുടെ ചില പ്രത്യേക സന്ദർഭത്തിലുള്ള വാചകങ്ങളല്ലാതെ സലഫി പ്രസ്ഥാനത്തിന്റെ നയമായി നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. പിന്നെന്താ പറഞ്ഞ്? നമ്മൾ ജിദ്ദ കേന്ദ്രമാക്കിയിട്ട് ഇസ്ലാഹി സെന്റർ ഒരു CD പുറത്തിറക്കി, ഒരു ഡോക്യുമെന്ററി. അതിൽ പിന്നെ ശിഹാബ് തങ്ങളെ കുറിച്ചൊരു പരാമർശം, ശിഹാബ് തങ്ങളെ കുറിച്ച് അദ്ദേഹത്തിന്റെ വീടൊക്കെ കാണിച്ചിട്ട് നമ്മൾ കാണിക്കുന്നുണ്ട്. അതിൽ നമ്മൾ പറയുന്നുണ്ട് ഇദ്ദേഹം അവിടുത്തെ രാഷ്ട്രീയ നേതാവാണ്, പോരാത്തതിന് അന്ധവിശ്വാസങ്ങളും പലതരത്തിലുള്ള ഉറുക്കുനൂല് വിഷയങ്ങളൊക്കെ ചെയ്യുന്ന ആളാണെന്ന് നമ്മൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഞങ്ങൾ ജനങ്ങളെ പരിചയപ്പെടുത്തി കൊടുക്കും. നമ്മള് അതായത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ വിഷയം കൃത്യമാണ്, ഞങ്ങളെ വിഷയം കൃത്യമാണ്. നിങ്ങൾ നോക്കൂ പ്രിയപ്പെട്ട സഹോദര, നിങ്ങൾ നോക്കൂ ശിഹാബ് തങ്ങളെ കുറിച്ച്. അതാ ശിഹാബ് തങ്ങളെ കുറിച്ച് ഇവരുടെ EK വിഭാഗം ഔദ്യോഗിക സമസ്ത തന്നെ ഇറക്കിയ ആശയം, അവരുടെ ഡോക്യുമെന്ററി നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. അതാ ഔദ്യോഗിക സമസ്ത ഇറക്കിയ ഡോക്യുമെന്ററി. ഇനി പറയട്ടെ, ഒരു കാര്യം ഞാൻ പറയട്ടെ. ഇന്ന് വരെ സലഫി പ്രസ്ഥാനത്തെക്കുറിച്ച് ഇവരിങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ഡോക്യുമെന്ററി ഔദ്യോഗിക സമസ്ത ഇറക്കിയില്ല. പക്ഷെ ഔദ്യോഗിക സമസ്ത ഇറക്കിയത് ആരെക്കുറിച്ചാ? ഇവിടെ പ്രസംഗിച്ച കൊടുക്കട്ടെ എന്ന് പറഞ്ഞ അതേ ആളുകളുടെ ടീമിനെ കുറിച്ച് അതാ ഔദ്യോഗിക സമസ്തയിലെ പണ്ഡിതന്മാര് പറയുന്നു. അവരിറക്കിയ ഡോക്യുമെന്ററി കേട്ടോളൂ. മിസ്റ്റർ കാന്തപുരം, താങ്കൾ ചെയർമാനായ തൗഫീഖ് പബ്ലിക്കേഷൻ അല്ലേ ഈ ഫിത്ന പത്രം പുറത്തിറക്കുന്നത്? ആ വാർത്തല പുറത്തിറക്കാൻ നിങ്ങൾ ചെലവാക്കുന്ന സംഖ്യ ഏത് എന്ന ഞെട്ടിപ്പിക്കുന്ന സത്യത്തിലേക്ക് വരും മുമ്പ് ഞങ്ങൾ ചോദിക്കട്ടെ. കേരള മുസ്ലിങ്ങൾ ആദരിക്കുന്ന, നെഞ്ചിലേറ്റുന്ന സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ കുറിച്ച് എഴുതിയ നിങ്ങളുടെ വാർത്തയിലേക്ക് ഒന്ന് കണ്ണോടിക്കാം. ബഹുമാനപ്പെട്ട തങ്ങൾക്ക് അനുയായികളെക്കാൾ ദുഷ്കർമ്മങ്ങൾ ചെയ്യാനുള്ള തിടുക്കമുണ്ടെന്ന് നിങ്ങൾ എഴുതി. തങ്ങൾ ലീഗിന്റെ പ്രസിഡന്റായ ശേഷം കേരളത്തിൽ ദീനിന്റെ അധപതനത്തിന് തുടക്കമായെന്ന് നിങ്ങൾ അച്ചുനിരത്തി. കാരന്തൂരികളുടെ സുന്നി വോയിസ് എന്ന് വിളിക്കപ്പെടുന്ന ഫിത്ന വോയിസിലൂടെ നിങ്ങൾ എഴുതിയത് നിസ്വാർത്ഥവും നിഷ്കളങ്കരുമായ സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളെ നിങ്ങൾ മോരിയെന്നും അല്ലാഹുവിന്റെ ദീൻ പഠിപ്പിക്കുന്ന മദ്രസകളുടെ ആസ്ഥാനത്തെ ഭ്രാന്താലയമെന്നും വിശേഷിപ്പിച്ചപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചോ? നിങ്ങളുടെ അനുയായികളെ ഏത് സംസ്കാരത്തിലേക്കാണ് നയിക്കുന്നതെന്ന്? ഇല്ല, നിങ്ങൾക്കതിന് കഴിയില്ല. ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളെ പണ്ഡിത മഹാസഭയായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പുറത്താക്കുകയില്ലായിരുന്നു. പാണക്കാട് സാദാത്യങ്ങൾക്ക് ലഭിച്ച ബഹുമാനാദരവുകൾ മുമ്പും നിങ്ങളിൽ അസൂയയുടെ അഗ്നിയാളിച്ചിട്ടുണ്ട്. മറന്നുപോയോ? സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ഫോട്ടോ നിങ്ങൾ വിലകീഴായി പ്രസിദ്ധീകരിച്ചു. സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങളുടെ തലയെ നിങ്ങൾ പിളർത്തിയ രൂപത്തിൽ പ്രസിദ്ധപ്പെടുത്തി. നിങ്ങളുടെ ഉള്ളിലുള്ള അഗ്നിയെ ശമിപ്പിക്കാൻ, സ്വയം സമാധാനിക്കാൻ. അതെ, ശിഹാബ് തങ്ങളുടെ ഉയർച്ചയിലും വളർച്ചയിലും ദഹിക്കാത്തവർ തങ്ങളുടെ കാലിസ്ഥാനത്തെ അപമാനിച്ചു. ദീൻ പൊളിക്കാൻ തങ്ങൾ കൂട്ടുനിൽക്കുന്നുവെന്നും ആരോപിച്ചു. പാണക്കാട് കൊട്ടപ്പനക്കൽ തറവാട്ടിൽ നടക്കുന്നത് ശരീരവിൽപ്പനയാണെന്ന് പച്ചയായി പറഞ്ഞാൽ വ്യഭിചാരമാണെന്ന് എഴുതിയത് മുസ്ലിം കേരളം പൊറുക്കുമെന്ന് കരുതിയോ? ഇതാ നിങ്ങൾ പുറത്തിറക്കിയ സുന്നി ലീഗ്. പാണക്കാട്ടേക്കൊരു ഇറച്ചിപ്പൊതി എന്ന പേരിൽ നിങ്ങൾ എഴുതിയ ലേഖനം ഞങ്ങൾ പൂർണ്ണമായി വായിക്കില്ല. കാരണം എഴുതാൻ നിങ്ങൾക്കില്ലാത്ത ലജ്ജ വായിക്കാൻ ഞങ്ങൾക്കുണ്ട് എന്നതുണ്ട്. ശ്രോതാക്കളെ, പാണക്കാട് തറവാടിനെ പറ്റി ഇത്രയും നീചമായി അന്യമതസ്ഥർ പോലും പറഞ്ഞിട്ടില്ല. ഇവരോ സുന്നികൾ. ഞങ്ങൾ പറഞ്ഞൊരു കൃത്യമായ കാരണമുണ്ട്. അള്ളാഹുവിന്റെ മതത്തിൽ കൃത്യമായ ചില വിഷയങ്ങൾ അത് ഞങ്ങൾ കാണിച്ചു കൊടുത്തു. ഇങ്ങനെ ഉറുക്കും നൂലൊക്കെയുണ്ട്.
നിങ്ങൾക്ക് ആ വിഷയത്തിൽ എതിരൊന്നുമില്ലല്ലോ, പിന്നെന്തിനാ നിങ്ങൾ ശിഹാബ് തങ്ങളെ കുറിച്ച് ഈ ജാതി തോന്നിയാസങ്ങൾ പറഞ്ഞത്? അത് നിങ്ങളല്ലേ ചെയ്തത്. എന്നിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുക. മുജാഹിദുകൾ സലഫികൾ എന്തെങ്കിലും പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, കണ്ടോ ശിഹാബ് തങ്ങളെ കുറിച്ചായി ഇവർ ഈ പറഞ്ഞത്, ഖലീൽ തങ്ങളെ കുറിച്ചായി ഈ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ ഇളക്കി വിടാൻ ശ്രമിച്ചില്ലേ? ഇതൊക്കെ നിങ്ങൾ ഉണ്ടാക്കി തന്ന. മൂപ്പര് പറയുന്നുണ്ട് നമ്മളോട്, നിങ്ങൾ വടി തന്നിട്ട് നമ്മുടെ നടിമേടിക്കാണ്. മനസ്സിലെ, നമ്മൾ വടി കൊടുത്തിട്ട് പോലും നമ്മളെ അടിക്കായിരുന്നു ചെയ്തത്, ക്ലിപ്പിടേണ്ടി വന്നത് കൊണ്ട് പറഞ്ഞ. ഏതായാലും നിങ്ങൾക്ക് ഞങ്ങൾ വടി തന്നു, നിങ്ങൾ അടിച്ചു, അപ്പൊ തിരിച്ചടിക്കണ്ടേ നമ്മള്? അല്ലേ? അതിന് 1-ന് 10 വരുന്നത് കേട്ടോ, 1-ന് 10 വരുന്നത് കണ്ടോ. ഇത് ഞങ്ങളെ കൊണ്ട് നിങ്ങൾ ചെയ്യിപ്പിച്ച. ഞങ്ങൾ ക്ലിപ്പിടാതെ സാധാരണ ഒരു പ്രസംഗം നടത്തി, നിങ്ങൾ വലിയ ആളാകാൻ ശ്രമിച്ചു, ക്ലിപ്പ് കൊണ്ടുവന്നിട്ട് നിങ്ങൾ വിചാരിച്ച് നമ്മളെ ഇത് കിട്ടൂലെന്നാ? കേരളത്തിൽ ഇത് ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുത്ത ഞങ്ങളാ. കേരളത്തിലുടനീളം അന്ന് നിങ്ങളെ ഉസ്താദുമാരെ കയ്യിൽ ഈ സാധനം ഇല്ല. ഉസ്താദുമാര് പറഞ്ഞ് ഈ യന്ത്രം കൊണ്ടുവരും നടക്കാണ് എന്റെ പ്രസംഗം, അവിടെ നിന്നും കട്ട് ചെയ്ത് ഇവിടെ നിന്നും കട്ട് ചെയ്തെന്ന് പറഞ്ഞിട്ട് നിങ്ങളെ ഉസ്താദ് കരഞ്ഞിരുന്നു. പിന്നീടതാ ചെറിയ ഒരു സാധനത്തിൽ കൊണ്ട് നിങ്ങനെ കാണിച്ചണ്ട ഇങ്ങനെ കാണിച്ച്, പിന്നീട് അങ്ങക്ക് കിട്ടിയത്. എന്നിട്ട് ഇപ്പൊ പറയാണ് നിങ്ങളെ കടി കൊടുക്കാൻ, നിങ്ങളെ ഓഫീസ് കൂട്ടാനും അല്ല ഇറക്കിയ സാധനമാണ് അത്. അല്ല, ഞങ്ങളെ ഓഫീസിന്റെ എണ്ണം കൂട്ടാനായിട്ട് ഇറക്കിയ സാധനം ഇത്. ഇപ്പൊ കണ്ടോ ശിഹാബ് തങ്ങളെ കുറിച്ച് നിങ്ങൾ പറഞ്ഞതാ. നിങ്ങൾ എഴുതിയതും നിങ്ങൾ പറഞ്ഞ തോന്നിയവാസങ്ങളും മുഴുവനും ഇതാ ജനങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ്. ഇനി ഒരു കാര്യം കൂടി കേൾക്കണേ. സക്കരിയ സ്വലാഹിന്റെ ക്ലിപ്പിട്ടു. എന്നിട്ട് സ്വലാത്ത് മജ്ലിസിന് സക്കരിയ സ്വലാഹി പറഞ്ഞു അത്രേ, ഇങ്ങനെ അത് പിശാചിന്റെ ആട്ടമാണ് കാണുന്നത്, ലഅനത്ത് ചെയ്യപ്പെടേണ്ട സദസ്സാണത് എന്ന് പറഞ്ഞപ്പോ കണ്ടോ സ്വലാത്തിന്റെ മജ്ലിസിനെ കുറിച്ചാണ് ഇവരുടെ വാദം. ഇങ്ങനെ സ്വലാത്തിന്റെ മജ്ലിസ് ഏതായിരുന്നു കാണിച്ചത്? ബറേൽവികൾ കാണിക്കുന്ന മൗലായ സല്ലി വസാം എന്നുള്ള ബുർദന്റെ മജ്ലിസ് കാണിച്ചട്ടാ. എന്നാലേ നിങ്ങൾ മുട്ടിപ്പടിയിൽ ഒരു സ്വലാത്ത് ഉണ്ടാക്കിയില്ലേ? എന്തായിരുന്നു? ഖലീല് തങ്ങളുടെ പേരില്. വലിയ ആത്മീയ ആചാര്യനാണല്ലോ ഖലീല് തങ്ങള്. ആ ഖലീല് തങ്ങളുടെ പേരിൽ നടത്തപ്പെടുന്ന അദ്ദേഹം ഉണ്ടാക്കിയ സ്വലാത്ത് മജ്ലിസ് ഉണ്ടല്ലോ, ആ സ്വലാത്ത് മജ്ലിസിനെ കുറിച്ച് ഞങ്ങൾക്ക് കൃത്യമായ ധാരണയുണ്ട്. ഞങ്ങൾ പറഞ്ഞു അത് ബിദ്അത്തിന്റെ സദസ്സാണ്. എന്നാൽ നിങ്ങൾ ഞങ്ങളെ ചീത്ത വിളിക്കൊന്നും വേണ്ട. അതിനു മുമ്പ് ഔദ്യോഗിക സമസ്തയിലെ പണ്ഡിതന്മാർ, അതിലൊരു പണ്ഡിതൻ അദ്ദേഹം പറയട്ടെ ആ സദസ്സിന്റെ പ്രത്യേകത. വിശ്വാസം നശിപ്പിക്കുന്നു. നോക്ക്, ചേളാരിയിലെ മൂരിച്ചന്തക്ക് കാളപ്രസിഡന്റായി എന്ന് പ്രസംഗിച്ച അപ്പുറത്തിരിക്കുന്ന ആത്മീയ നേതാവിനെ ഈ രാജ്യത്തിൽ നിന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം തിരിച്ചുകയല്ലാതെ നിർവാഹമില്ല. വേണ്ടത് ചെയ്യും, അതിന് വേണ്ടത് ചെയ്യും. മഹാന്മാരായ പാണാക്കാട്ട് സാദാത്തുക്കളുടെ അവരുടെ സ്ഥാനവും അവരുടെ ബഹുമാനവും കുറക്കാൻ ഞാനാണ് വലിയ തങ്ങൾ എന്ന് ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ സമൂഹം അവരെ ചവറ്റുകൊട്ടയിലേക്ക് തള്ളും എന്ന് വളരെ വ്യക്തമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ സലാത്ത് സദസ്സ് മലീമസമാക്കിയപ്പോൾ അതിന് സലാമത്താക്കേണ്ടി വന്നു. നല്ലോ ആലോചിച്ചോ, സലാമത്താക്കേണ്ടി വന്നു. സലാത്ത് നഗർ, സലാത്തിന്റെ സദസ്സ് മലീമസമായപ്പോൾ സലാമത്താക്കൽ ആവശ്യമായി. അങ്ങനെയാണ് തൊട്ടടുത്ത് തന്നെ ഒരു സലാമത്ത് നഗർ ഉണ്ടായത്. ഈ സലാമത്ത് നഗർ ഇവിടെ നിലനിർത്തണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അപ്പൊ ഖലീൽ തങ്ങളുടെ സ്ഥലം അവിടെ ചവറ്റുകൊട്ടയിലേക്ക് ഞങ്ങൾ എറിയുകയാണ്. കഴിഞ്ഞില്ല. നിങ്ങൾ സലാത്തിന്റെ മജ്ലിസിൽ പോരിച്ചുണ്ടാക്കല്ല ചെയ്തത്, മലീമസമാക്കി എന്നാ പറഞ്ഞേ. സ്വലാത്തിന്റെ മജ്ലിസ് മലീമസമാക്കി. അപ്പോൾ അതിനെ സലാമത്താക്കേണ്ടി വന്നു എന്നാണ് പുതിയൊരു സ്വലാത്തിന്റെ മജ്ലിസ് തുടങ്ങിക്കൊണ്ട് ഔദ്യോഗിക വിഭാഗം പറഞ്ഞത്. അപ്പോ ബിദ്അത്തായ സംഗതികൾ നിങ്ങൾ ഉണ്ടാക്കിയതിന്റെ പേരിൽ ഞങ്ങൾ അതിനെ കുറിച്ച് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. എന്നാലോ നിങ്ങളെപ്പോലെ തന്നെ സ്വലാത്ത് മജ്ലിസ് കൊണ്ട് നടക്കുന്ന ആളുകൾ തന്നെയാണ് പറയുന്നത് ഖലീൽ തങ്ങളതാ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയപ്പെടേണ്ട ആളാണ്. അദ്ദേഹത്തിന്റെ സ്വലാത്ത് മജ്ലിസ് മലീമസമാണ്. ഇനി നിങ്ങൾ ഈ പോരുഷഭരണ സ്വലാത്ത് മജ്ലിസിൽ എന്താ നടക്കണമെന്നറിയോ?
എന്താ നടക്കണത്? ഒന്നാന്തരം നാടകം. സ്വലാത്ത് മജ്ലിസിൽ എന്താ പുണ്യം നേടാൻ വേണ്ടി വരുന്ന ആളുകൾക്ക് നാടകം കാണേണ്ടുന്ന, ഡ്രാമ കാണേണ്ടുന്ന ഗതികേടിലാണുള്ളത് എന്നും ഔദ്യോഗിക പണ്ഡിതന്മാര് തന്നെ പറയട്ടെ. കേട്ടോളൂ. ഞാൻ ഓർക്കട്ടെ, ഒരൊറ്റക്കാലം ഞാൻ അവസാനിപ്പിക്കുന്നു. കൂലിക്കുഴിത്തങ്ങൾ നിങ്ങൾ കേട്ടിരിക്കില്ലേ? കൂലിക്കുഴിത്തങ്ങൾ ആരാണ്? ഈ കൂലിക്കുഴിത്തങ്ങൾ ആരാണ്? സ്വലാത്ത് നഗർ ഫസ്റ്റ് ആരംഭിച്ച തൃശ്ശൂർ ജില്ലയിൽ. ഈ കൂലിക്കുഴിത്തങ്ങൾ സ്വലാത്ത് ഇങ്ങനെ ആള് കൂടി വന്നു. ഇങ്ങനത്തെ കറാമത്താ, ഇമ്മാതിരി കറാമത്ത്. എങ്ങനെ പൊളിഞ്ഞത്? കറാമത്ത് പിടിച്ചു ആൾക്കാര്. എങ്ങനെ കറാമത്ത് പിടിച്ചത്? കൊല്ലത്ത് നിന്ന് ഒരു നാടകശാലയിൽ സ്ഥിരമായി അഭിനയിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ അഭിനയിക്കാൻ കഴിയും 2000 രൂപ കൊടുത്ത് അംഗവൈകല്യം ബാധിച്ച നിലയിൽ ഇയാൾ സ്വലാത്ത് നഗറിൽ കൊണ്ടുവന്നിരുത്തി. ഇയാളെങ്ങനെ കൊക്കിച്ചാടി വരിക? നാടകത്തിൽ അഭിനയിക്കുന്ന ആൾ വിദഗ്ധൻ വേണ്ട, ഉറപ്പ് കിട്ടുന്ന കാര്യല്ലേ? ആൾ അംഗവൈകല്യത്തോടെ മുമ്പിൽ വന്നിരുന്നിട്ട് സ്വലാത്തിൽ കൂടി ദുആക്ക് പങ്കെടുത്തു. അംഗവൈകല്യത്തിന് വേണ്ടി പ്രത്യേക പ്രാർത്ഥന സുഖാകാൻ. ഇയാൾ ആ സദസ്സിൽ വന്നിരുന്ന ആൾക്കാർ കണ്ടിരുന്നു. ദുആ കഴിഞ്ഞപ്പോ ഇയാളെ കാലിന് നേരെയായി ഇയാൾ ആരോഗ്യത്തോട് എണീറ്റ് ഓടാൻ തുടങ്ങിയ സദസ്സിൽ. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്, ഒരു 100 ശുക്ർ. നമ്മുടെ സ്വലാത്ത് കൊണ്ട് ഇദ്ദേഹത്തിന്റെ അംഗവൈകല്യം തത്സമയം സുഖപ്പെട്ടിരിക്കുന്നു. ഇത് ആളുകൾ പിടിച്ചു. ഇയാളെ കയ്യോട് കൂടി പിടികൂടിക്കൊണ്ട് യാഥാർത്ഥ്യം ജനസമൂഹത്തിൽ ബോധ്യപ്പെട്ടപ്പോൾ ആ മഹലിനെ പുറത്താക്കി. ഈ സ്വലാത്തിന്റെ പേരുള്ള ചൂഷണം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ തരത്തിൽ മഹാന്മാര്, ഏതൊക്കെ മഹാന്മാരായ മുസ്ലിം സഹോദരന്മാർ പ്രാധാന്യം കൽപ്പിക്കുന്നു? പള്ളികളോട് സ്നേഹം, പള്ളിയുടെ പേരിൽ തട്ടിപ്പ്, പള്ളിയുടെ പേരിൽ വഞ്ചന. അമീറുൽ മസാജിദ് ഫിൽ ഹിന്ദ്, ഇന്ത്യൻ പള്ളിയുടെ ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞുകൊണ്ട് അറബ് നാട്ടിൽ പരിചയപ്പെടുത്തി അയാൾ എത്ര വ്യാജമായ പിരിവുകളാണ് നടത്തുന്നത്. ഞാൻ വിശദീകരിക്കാൻ ഒരു സംഭവം പറഞ്ഞുതരാം. സലാത്ത് മജ്ലിസിൽ ഒന്നാന്തരം ഡ്രാമയാണ് നടക്കുന്നത്. അതെ, ഒരംഗവൈകല്യവും ഇല്ലാത്ത ഒരാള് ഇങ്ങനെ മുടന്തനായിട്ട് കൊക്കിച്ചാടി സദസ്സിലേക്ക് എല്ലാവരും നോക്കുമ്പോൾ കാണാം ഭാഗം നടക്കാൻ വയ്യാതെ വന്ന് അടുത്ത് വന്നിരുന്നു. അങ്ങനെ സ്വലാത്ത് ഇങ്ങനെ ചൊല്ലിയിട്ട്, നേരത്തെ ഇവിടെ പറഞ്ഞ പോലത്തെ സ്വലാത്തുണ്ടല്ലോ, അതിരിക്കനീ യാ റസൂലല്ലാഹ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് സ്വലാത്തങ്ങ് ചൊല്ലിയിട്ട് റെഡിയാകും. മൂപ്പരങ്ങ് ചാടി എഴുന്നേക്കും. എഴുന്നേറ്റ് ഇങ്ങോട്ട് നടന്നു. എല്ലാവരും അത്ഭുതം. അപ്പൊ അയാൾ പറ, കണ്ട സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് എന്റെ കാലിന് നേരെ അയക്കണേ. ഇതിങ്ങനെ ആളുകൾ അത്ഭുതത്തോടെ കണ്ടു നിന്നു. അവസാനം ചില ആളുകൾ അയാളെ പിന്നാലെ ഓടി, ഇവിടാടാ പിടിച്ചോണ്ടുപോയി. ശരിക്കുള്ള സത്യം പറയടാ. ആ പറഞ്ഞു, പ്ലീസ് അടിക്കരുത്, ഞാൻ കൊല്ലത്ത് നാടക നടന, ഡ്രാമ ആർട്ടിസ്റ്റാണ്. എനിക്ക് 2000 ഉറുപ്പ്യ തരുമെന്ന് പറയും. 5 മിനിറ്റ് കൊണ്ട് 2000 ഉറുപ്പ്യ ഇട്ടാണെങ്കിൽ കൈക്കൂലല്ലോ, അതുകൊണ്ട് വന്നതാണ്. സ്വലാത്ത് മജ്ലിസിന്റെ പ്രത്യേകത കണ്ടോ? ഇത് ഞങ്ങളല്ല. ഏത് സ്വലാത്ത് മജ്ലിസാ? ഏത് സ്വലാത്ത് മജ്ലിസാ? ഇവരുണ്ടാക്കിയ ഭയങ്കരമായ സ്വലാത്ത് മജ്ലിസിന്റെ കറാമത്തിന്റെ പ്രത്യേകതയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ കണ്ടത്. ഇനി ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ. സ്വലാത്ത് മജ്ലിസുകൾക്ക് സ്ത്രീകൾക്ക് പോകൽ അനുവദനീയമാണെന്നാണ്. ജാറങ്ങളിലേക്കും പോകാം, മറ്റു സ്ഥലങ്ങളിലേക്കും പോകാം. പള്ളിയിലേക്ക് പോകാൻ പാടില്ല. പെണ്ണ് പള്ളിയിൽ പോകൽ നിഷിദ്ധമാണ്. സ്വലാത്ത് മജ്ലിസുകൾക്ക് പോകാം എന്നായിരുന്നു ഇക്കാലഘട്ടം വരെ സമസ്തയിലെ നേതാക്കന്മാർ പറഞ്ഞിരുന്നത്. ഈ അടുത്ത് നയമൊന്നു മാറിയിട്ടുണ്ട്. ആ നയം മാറ്റം സലഫി പ്രസ്ഥാനത്തിന് അനുകൂലമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കേട്ടോളൂ, നയം മാറ്റം. വിശുദ്ധ റമദാൻ 25-ാം രാവിലെ ചില സ്ഥലങ്ങളിൽ പണ്ഡിതന്മാർ ഒത്തൊരുപ്പിച്ചു കൊടുക്കുന്ന സലാത്ത് പോലത്തെ മജ്ലിസുകൾ സ്ത്രീകളെ കൂടുതൽ പങ്കെടുത്തതായി കാണുന്നുണ്ട്. ചില പണ്ഡിതന്മാർ പറയുന്നു അവർക്ക് ഏറ്റവും ഉത്തമം അവരുടെ തൊട്ടടുത്ത മഹല്ലുകളിലാണ്, അവരുടെ മരണപ്പെട്ടുപോയ റൂഹുകൾ അവിടെയാണ് വരുന്നത് എന്നെല്ലാം പറയുന്നത് പണ്ഡിതന്മാർക്ക് എടുക്കാൻ സാധിക്കുന്നുണ്ട്. എങ്കിൽ ഇതിൽ ഏറ്റവും ഉത്തമം തെരഞ്ഞെടുക്കേണ്ടത് ഏത് വിഷയമാണെന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചാലും. ആ ചോദ്യം ഒന്ന് വിശദീകരിച്ചാൽ കൊള്ളാം. എന്ന് വെച്ചാൽ കൂടുതൽ സമയമെടുക്കണം എന്നല്ല, ഒന്ന് ആവർത്തിച്ചാൽ മതി. ചോദ്യം ആവർത്തിച്ചു. എന്റെ ചോദ്യത്തിന്റെ ഉദ്ദേശം 25-ാം രാവിൽ പല സ്ഥലങ്ങളിലും സലാത്തിന്റെ മജ്ലിസുകൾ സംഘടിപ്പിക്കാറുണ്ട്.
കാണപ്പെടാറുണ്ട് കേരളത്തിലെ ചില മിക്ക സ്ഥലങ്ങളിലും. എന്നാൽ ആ സലാത്തിലേക്ക് സ്ത്രീകൾ പങ്കെടുക്കുന്നതും അതല്ലെങ്കിൽ തൊട്ടടുത്ത മഹല്ലുകളിൽ സംഘടിപ്പിക്കുന്ന മറ്റുള്ള പരിപാടികളിൽ പങ്കെടുക്കുന്നതും അതിൽ ഏറ്റവും തിരഞ്ഞെടുക്കേണ്ടത് ഏതാണെന്നാണ്? സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പുറത്തു പോകണമെന്ന് ശറഅ് നിർദ്ദേശിച്ച കാര്യങ്ങൾക്ക് മാത്രമേ പുറത്തു പോകാവൂ. അല്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടിയും 27-ാം രാവിലായിരുന്നാലും ശരി, പകലിലായിരുന്നാലും ശരി, എവിടെയായിരുന്നാലും ശരി സ്ത്രീകൾ പോകാൻ പാടില്ല. ഇതാണ് ശറഅന്റെ വിധി. അത് ഏത് ഗ്രൂപ്പിനും ബാധകമാണ്. കേരളത്തിലെ എന്നല്ല എല്ലാ സ്ഥലത്തെയും എല്ലാ ഗ്രൂപ്പിനും ബാധകമാണ്. സ്വലാത്ത് മജ്ലിസുകൾക്ക് പെണ്ണുങ്ങൾ പോകാൻ പാടില്ല. അത് ശർഈയായ ആവശ്യമല്ല. ദിക്റിന്റെ മജ്ലിസിലേക്ക് പെണ്ണ് പോകാൻ പാടില്ല. അത് ശർഈയായ ആവശ്യമല്ല. ഇതാണല്ലോ നിങ്ങൾക്ക് ഫത്വയിൽ നിന്ന് മനസ്സിലായത്. എങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ശർഈയായ ആവശ്യത്തിനല്ലാതെ പെണ്ണ് പുറത്തു പോകാൻ പാടില്ല എന്ന് പറയുമ്പോ ഒരു ചോദ്യമുണ്ട്, ഏതാണ് ശർഈയായ ആവശ്യം? അതിന് മടങ്ങ് മുസ്ലിമേ. അതാ അല്ലാമ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് തന്റെ തഫ്സീർ ഇബ്നു കസീറിൽ അതാ ഫലാ തബർറുജന തബർറുജൽ ജാഹിലിയത്തിൽ ഊലാ, നിങ്ങൾ അജ്ഞാനകാലത്ത് സ്ത്രീകൾ അഴിഞ്ഞാടി നടക്കുന്നത് പോലെ നിങ്ങൾ നടക്കരുതേ, പുറത്തിറങ്ങി നടക്കരുതേ എന്ന അല്ലാഹുവിന്റെ കൽപ്പനയതാ. ആ വിഷയത്തിനതാ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയുകയാണ്, സ്ത്രീകൾ ഇസ്ലാമികമായ ശർഅ അനുവദിച്ച ആവശ്യത്തിനല്ലാതെ പുറത്തു പോകാൻ പാടില്ല. വമിൻ ഹവായിജി ശർഇയ്യ, മതപരമായ ആവശ്യത്തിൽപ്പെട്ടതാണ് സ്ത്രീകൾ പള്ളിയിൽ പോയി നമസ്കരിക്കുക എന്നത്. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയാൻ, ഇനി ഫൈസി പറഞ്ഞ ഫത്വ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ശർഈയായ ആവശ്യത്തിനല്ലാതെ പെണ്ണ് പുറത്തു പോകാൻ പാടില്ല. 27-ന്റെ രാത്രിയാണെങ്കിലും പകലാണെങ്കിലും പോകാൻ പാടില്ല. അതേ സ്വലാത്ത് മജ്ലിസ് ശർഅ അനുവദിച്ചതല്ല എന്ന് തന്നെ വ്യക്തമായും അദ്ദേഹത്തിന്റെ വർത്തമാനത്തിൽ സൂചന നമുക്ക് കാണാൻ കഴിയുന്നു. ഇത് ഇത്രയും ഞാൻ വിഷയം പറഞ്ഞത് ആമുഖമായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് തെറ്റിദ്ധരിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട മേഖല എവിടെയായിരുന്നു. അതുകൊണ്ടാണ് അതിന്റെ നിജസ്ഥിതി ഞാനൊന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, അല്ലാഹു അല്ലാത്ത മഹാന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ ഞങ്ങളുടെ അടുത്ത് തെളിവുണ്ടെന്നും ആ തെളിവിതാ പറയുന്നു സലഫി, നിനക്ക് കിതാബ് അറിയുമോ ഒന്ന് വായിച്ചു നോക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് പ്രസംഗിച്ചപ്പോ ഞാനിതാ പറയുകയാണ്, ഒന്നാമതായി പറഞ്ഞ വിഷയം വലിയ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിട്ടാണ് അതിൻ്റെ ഇടയിലൂടെയാണ് അതങ്ങ് പറഞ്ഞത്. എന്താ തെറ്റിദ്ധാരണ? ഇമാം ബുഖാരിയുടെ സ്വഹീഹുൽ ബുഖാരിയാണ് അസഹുൽ കുതുബി ബഅദ കിതാബില്ലാഹ്, അല്ലാഹുവിന്റെ ഗ്രന്ഥം കഴിഞ്ഞാൽ ഏറ്റവും സ്വഹീഹായ ഗ്രന്ഥം അത് ഇമാം ബുഖാരിയുടെ സ്വഹീഹുൽ ബുഖാരിയാണെന്ന് ലോകത്ത് പണ്ഡിതന്മാർ ഏകോപിച്ചതാണ്. ആ ഇമാം ബുഖാരിയാണ് ഉദ്ധരിക്കുന്നത്. ആ ഇമാം ബുഖാരിയുടെ ഗ്രന്ഥമാണെന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് അദബുൽ മുഫ്രദ് എന്ന കിതാബ് പറഞ്ഞു. ഞാൻ പറയുന്നു അതിൽ തർക്കമില്ല. പക്ഷേ നിങ്ങൾ ആ പറഞ്ഞ പ്രത്യേകതയുണ്ടല്ലോ, സഹീഹുൽ ബുഖാരിക്കുള്ള പ്രത്യേകത അദബുൽ മുഫ്രദിനുണ്ടോ? എന്ത്? അസഹുൽ കുതുബി ബഅദ കിതാബില്ലാ സഹീഹുൽ ബുഖാരി. ഇമാം ബുഖാരിയുടെ സഹീഹ് ആ ഗ്രന്ഥമാണ് ഏറ്റവും സഹീഹായതെന്ന പണ്ഡിത ലോകത്തിന്റെ ഇജ്മാഅ്. ആ ഇജ്മാഅ് അദബുൽ മുഫ്രദിനുണ്ടോ? ഇല്ല, ഇല്ല, അദബുൽ മുഫ്രദിന് അതില്ല. അതുകൊണ്ട് തന്നെ ഒന്നാമതായി ഉദ്ധരിച്ച തെളിവ്, നിങ്ങൾ കാഫിറാക്കുകയാണെങ്കിൽ മുശ്രിക്കാക്കുകയാണെങ്കിൽ റസൂലുള്ളാഹിയുടെ സഹാബിയെ മുശ്രിക്കാക്കണ്ടേ?
ഒന്നാമത്തെ ആള് അബ്ദുല്ലാഹി ഇബ്നു ഉമറാണ്. അദ്ദേഹം മുത്തബിഉ സുന്ന എന്ന പേര് സിദ്ധിച്ച മഹാനാണ്. ഞാൻ പറയട്ടെ, അതുപോലും നിങ്ങൾ സലഫികളുടെ പ്രസംഗത്തിൽ നിന്ന് കേട്ട് പഠിച്ചതാ. സലഫികളാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഏറ്റവും കൂടുതൽ ഉദാഹരിക്കാറുള്ളത്. അതേ ബിദ്അത്തുകളുടെ കണ്ടകോടാലിയായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. ആ മഹാനവറുകളുടെ അതേ അദ്ദേഹത്തിന്റെ കാല് തരിച്ചു. ആ സമയത്തതാ കൂടെയുള്ള ആള് പറഞ്ഞു, അങ്ങേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടയാളെ കുറിച്ച് ഓർത്തോളൂ. ഇവിടുന്ന് അർത്ഥം വെച്ചെന്താ? വിളിച്ചോളൂ, വിളിച്ച് സഹായം തേടിക്കോളൂ. അല്ല, അങ്ങേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളെ ഓർക്കൂ, സ്മരിക്കൂ. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മുഹമ്മദ്, അല്ലെങ്കിൽ യാ മുഹമ്മദ് എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്മരിച്ചു. അതായത് കാല് തെരിച്ചൊരാളെ സാധാരണ നമ്മളെ നാട്ടിലൊക്കെ പല രൂപത്തിലും ചെയ്യലുണ്ട്. ഞങ്ങളെ നാട്ടില് ആ വിരലിന്റെ ഇടയിൽ എന്തെങ്കിലും ഇങ്ങനെ എടുത്ത് അകത്തി പിടിച്ചാൽ എന്ത് ചെയ്യും? റെഡിയാവും. അല്ലെങ്കിൽ കാല് ഫ്രീ ആക്കിയിട്ടാൽ റെഡിയാവും. ഇവിടെ അദ്ദേഹം പറയണത് ശ്രദ്ധ തിരിക്കുകയാണ്. അങ്ങേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളെ ഓർത്തോളൂ. അപ്പൊ റസൂലുള്ളാഹിനെയാണ് ഓർക്കുന്നത്. അപ്പൊ റസൂലുള്ളാഹിനെ കുറിച്ച ഓർമ്മകൾ ഇങ്ങനെ ഇരിക്കുമ്പോ പെട്ടെന്ന് ഈ സാധനം എന്ത് ചെയ്യും? തെരിപ്പങ്ങ് മാറും. ഇതാണ് വിഷയം. ഞാൻ ചോദിക്കട്ടെയോ, ഇങ്ങനെ ഒരു സംഭവമുണ്ടായിട്ട് എന്തുകൊണ്ടാണ് റസൂലുള്ളാഹിന്റെ സ്വഹാബികൾ മുഴുവനും പ്രയാസഘട്ടത്തിൽ റസൂലുള്ളാഹിനെ വിളിച്ച് സഹായം തേടാതിരുന്നത്? 100 കണക്കിന് സംഭവങ്ങൾ ഉദ്ധരിക്കാൻ നമുക്കുണ്ടല്ലോ. പോരാത്തതിന് അദബുൽ മുഫ്രദിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഈ ഹദീസ് എന്ന് വിളിക്കപ്പെടുന്ന ഈ അസറുണ്ടല്ലോ, ആ അസറിനെ തഖ്രീജാത്ത് നടത്തുന്ന പണ്ഡിതന്മാര്, ജർഹ് തഅദീലിന്റെ പണ്ഡിതന്മാര് പറഞ്ഞത് അത് ദുർബലമായ അസറാണ്, ദഈഫായ അസറാണ് എന്നാ പണ്ഡിതന്മാര് പറഞ്ഞു. സ്വഹീഹാണെന്ന് തെളിയിക്കട്ടെ. ആദ്യം സ്വഹീഹാണെന്ന് തെളിയിക്കാം. അദബുൽ മുഫ്രദിലുണ്ട്, എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. തെളിവാദ്യം ഉദ്ധരിക്കട്ടെ. പിന്നെന്താ പറഞ്ഞത്? അതാ മഹാനായ അബൂ ഹനീഫ അൻ-നുഅ്മാനുൽ കൂഫി റഹ്മഹുല്ലാഹ്, അദ്ദേഹം ഒരു കവിത ചൊല്ലിയിട്ടുണ്ട്. ആ കവിതയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹായം തേടുന്ന ഒരു കവിതയാണ്. അത് അദ്ദേഹം ചൊല്ലിയിട്ടുണ്ടെന്ന് അൽ ഖസീദത്തുൻ നുഅ്മാനിയ, അതേ ആ ഗ്രന്ഥത്തിൽ ആ കവിത ഉദ്ധരിച്ചിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, അബൂ ഹനീഫ ഇമാമിന്റെ സാധനം അല്ല, മൻസൂബുൻ, അത് അദ്ദേഹത്തിലേക്ക് ചേർക്കപ്പെട്ട സംഗതി. ഇനി രണ്ടാമത്തതോ ഞാൻ പറയട്ടെ. അബൂ ഹനീഫ ഇമാമിന്റെ അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിലും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരുടെ ഗ്രന്ഥങ്ങളിലും അതാ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന ആശയം എന്താണെന്നറിയുമോ? അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാര് തന്നെ പറയുകയാണ്, യക്റഹു അൻ യഖൂല ദാഇ, പ്രാർത്ഥിക്കുന്നവൻ പറയുന്നത് അദ്ദേഹം വെറുക്കുന്നു. അപ്പോ മഹാനായ അബൂ ഹനീഫ അൻ-നുഅ്മാനുൽ കൂഫി റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഖസീദത്തുൻ നുഅ്മാനിയ എന്ന ഗ്രന്ഥത്തിലുണ്ട് എന്നാ പറഞ്ഞു. ഞാൻ പറയട്ടെ, അദ്ദേഹത്തിന്റെ അഭിപ്രായം തന്നെ അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ, അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരുടെ ഗ്രന്ഥങ്ങളിലൊക്കെ കാണാം. യക്റഹു അൻ യഖൂല ദാഇ, പ്രാർത്ഥിക്കുന്നവൻ പറയുന്നത് അദ്ദേഹം വെറുക്കുന്നു. അസ്അലുക ബിഹഖി ഫുലാൻ, ഇന്നയാളുടെ ഹക്ക് കൊണ്ട് റബ്ബേ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഔ ബിഹഖി അംബിയാഇക വ റുസുലിക,
നിന്റെ നബിമാരുടെ ഹക്കുകൊണ്ട്, നിന്റെ മുർസലീങ്ങളുടെ ഹക്കുകൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്ന് പറയൽ. വബിഹഖിൽ ബൈത്തിൽ ഹറാം വൽ മശ്അരിൽ ഹറാം, കഅബാലയത്തിന്റെ ഹക്കുകൊണ്ട്, മശ്അറുൽ ഹറാമിന്റെ ഹക്കുകൊണ്ടെന്നൊക്കെ പ്രാർത്ഥിക്കൽ അദ്ദേഹം പറയുന്നു വെറുക്കപ്പെടുന്ന സംഗതിയാണ്. ആര് പറയാ? അബൂ ഹനീഫ ഇമാം പറയാ. ഇനി ഖസീദത്തുൻ നഅ്മാനിയ എന്ന ഈ അബൂ ഹനീഫ ഇമാമിന്റെ പേരിൽ ചേർക്കപ്പെട്ട കവിതയിലോ ഇപ്പറഞ്ഞതൊക്കെ കാണാം. അതേ ഹക്കുകൊണ്ട്, ഇന്നതിന്റെ ഹക്കുകൊണ്ട്, മറ്റേതിന്റെ ഹക്കുകൊണ്ട് എന്നുള്ള പാട്ട് തന്നെ അതിൽ കാണാം. അതുകൊണ്ട് തന്നെ ഉറപ്പായും വിശ്വസിക്കാം അത് അബൂ ഹനീഫ ഇമാം ചൊല്ലിയ കവിതയല്ല. അബൂ ഹനീഫ ഇമാം ചൊല്ലിയ കവിതയല്ല. അദ്ദേഹത്തിന്റെ പേരിൽ പിൽക്കാലത്ത് ആരോ കടത്തിക്കൂട്ടിയതാണ്. അതെങ്ങനെ സലഫി നിനക്ക് മനസ്സിലായത്? എനിക്ക് മനസ്സിലായത് എങ്ങനെ? സലഫികൾക്ക് അത് മനസ്സിലായത് എങ്ങനെ? കഴിഞ്ഞുപോയ പണ്ഡിതന്മാർ അബൂ ഹനീഫ ഇമാമിന്റെ അഭിപ്രായമായി രേഖപ്പെടുത്തി വെച്ചതിന് വിരുദ്ധമാണ് ഈ കവിത. ഇനി അബൂ ഹനീഫ ഇമാമിന്റെ പേരിൽ ഖസീദത്തുൻ നഅ്മാനിയ എന്ന് പറഞ്ഞുകൊണ്ട് പിൽക്കാലത്ത് എഴുതപ്പെട്ടൊരു കിതാബും അദ്ദേഹവുമായിട്ട് ബന്ധമുണ്ടാവേണ്ട കാര്യമില്ല. കഴിഞ്ഞില്ല. ഞാൻ പറഞ്ഞ അഭിപ്രായം എവിടെയുണ്ട്? കണ്ടോ നിങ്ങൾ? ശറഹ് അഖീദത്തു തഹാവിയ, അതുപോലെ തന്നെ ശറഹുൽ ഫിഖ്ഹുൽ അക്ബർ, ആ ഗ്രന്ഥങ്ങളിലൊക്കെ പരതിക്കോളൂ, കാണാം. അബൂ ഹനീഫ ഇമാം പറയുന്നു ഒരാളുടെ ഹക്ക് കൊണ്ട് പ്രാർത്ഥിക്കുന്നത് എനിക്ക് വെറുപ്പാണ്. മാത്രമല്ല അദ്ദേഹം പറഞ്ഞത് വീണ്ടും കാണാം, ലാ യംബഗി ലി അഹദിൻ അൻ യദ്ഉ അല്ലാഹ ഇല്ലാ ബിഹി. അദ്ദേഹം പറയാണ് അല്ലാഹുവിനോട് ഒരാൾ ദുആരക്കുന്നുവെങ്കിൽ അവനെ കൊണ്ടല്ലാതെ അള്ളാഹുവിനോട് ദുആരക്കരുത്. അപ്പൊ പറയുമ്പോൾ അള്ളാഹുവേ നിന്റെ മഹത്തായ നാമങ്ങൾ കൊണ്ട്, അതിന്റെ ബറക്കത്ത് കൊണ്ട് എന്നാണ് പറയേണ്ടത് എന്ന് അബൂ ഹനീഫ ഇമാം പറയുന്നു. അദ്ദേഹം പറയുകയാണ് വെറുക്കുന്നു, അദ്ദേഹം വെറുക്കുന്നു. ഞാൻ വെറുക്കുന്നു എന്ത്? അയ്യഖൂല, ഒരു മനുഷ്യൻ പറയല്. നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു ഒറ്റ വർത്തമാനം ഞാൻ പറഞ്ഞുതരാം. ബിഹഖി ഖൽഖിക്, പഠിച്ചോനെ നിന്റെ സൃഷ്ടികളുടെ ഹക്ക് കൊണ്ട്, അത് നബിമാരാവാം, മുർസലീങ്ങളാവാം, വലിയകളാവാം, എന്തുമാവാം, അതിന്റെ ഹക്ക് കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്ന് പറയാൻ തെറ്റാണ്, പറയാൻ പാടില്ല എന്നാണ് അബൂ ഹനീഫ ഇമാമിന്റെ വാദം എന്ന് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരും പിൻകാലത്ത് വന്ന അബൂ ഹനീഫ ഇമാമിന്റെ മദ്ഹബ് അംഗീകരിക്കുന്ന പണ്ഡിതന്മാരും ഒക്കെ രേഖപ്പെടുത്താം. അപ്പൊ സ്വാഭാവികമായി സംശയിക്കാം, നേരത്തെ പറഞ്ഞ ഇവർ ഉദ്ധരിച്ച കവിതയുണ്ടല്ലോ, എന്ത് ഖസീദത്തുൻ നഅ്മാനിയ എന്ന പേരിൽ അദ്ദേഹം പറഞ്ഞ ഞങ്ങളെ മങ്കൂസ് മൗലിദിലുള്ള അതേ കവിതയാണ് അബൂ ഹനീഫ ഇമാം ചൊല്ലിയത്. പൂതി നല്ലതാണ്, പക്ഷെ സംഗതി അതല്ല. അത് നിങ്ങളെ കൂട്ടത്തിൽ ആരോ പിൽക്കാലത്ത് കടത്തിക്കൂട്ടിയ സംഗതിയാണ്. ഇനി മാത്രമല്ല, ആ കവിതയുടെ തുടക്കത്തിൽ തന്നെ കാണാം, ഞാൻ റസൂലുള്ളാഹിയുടെ ഖബറിന്റെ അടുത്ത് സന്ദർശിക്കാൻ വേണ്ടി ഖബറിന്റെ അടുത്തേക്ക് ചെന്നു. അങ്ങനെ ഞാനതാ ആ സുന്ദൂഖുശ്ശരീഫ്, ആ ബഹുമാന്യമായ പെട്ടിയുടെ അടുത്ത് ഞാൻ എത്തി. അബൂ ഹനീഫ ഇമാമിന്റെ കാലത്ത് റസൂലുള്ളാഹിയുടെ ഖബറിന്റെ അടുത്ത് പെട്ടി ഉണ്ടായിരുന്നില്ല. പിൽക്കാലത്ത് രാജാക്കന്മാരുണ്ടാക്കി വെച്ച ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അത് അപ്പൊ അദ്ദേഹത്തിന്റെ കാലത്ത് അങ്ങനെ സമ്പ്രദായമില്ല. അപ്പൊ സ്വാഭാവിക ഉറപ്പായി ഈ സംഗതി അവിടെ പറഞ്ഞപ്പോ തന്നെ മനസ്സിലായി ഇത് അദ്ദേഹത്തിന്റെ കവിതയല്ല. ഇനി കഴിഞ്ഞില്ല, അതിനകത്ത് കാണാം ഈ കവിത പറയുന്നിടത്ത് ഇടക്ക് വെച്ച് ഇബ്നുൽ ഖത്തീബ് എന്ന് പറഞ്ഞതും കാണാം. ഇബ്നുൽ ഖത്തീബ് എന്ന് കവിത എഴുതിയ അല്ലെങ്കിൽ ചൊല്ലുന്നയാള് പരിചയപ്പെടുത്തുന്നുണ്ട്. എന്നാൽ അബൂ ഹനീഫ ഇമാമിന്റെ പേരിന്റെ കൂട്ടത്തിൽ ഒരിടത്തും വിളിക്കപ്പെട്ടതിൽ ഇബ്നുൽ ഖത്തീബ് എന്ന പേരില്ല. അപ്പൊ ഇത് പിൽക്കാലത്ത് വന്ന ആരെക്കുറിച്ചോ എഴുതിയത് പിന്നീട് എന്ത് ചെയ്തു? അബൂ ഹനീഫ ഇമാമിന്റെ പേരിലേക്ക് ചേർക്കപ്പെട്ടതാണ്. അപ്പൊ അബൂ ഹനീഫ ഇമാം അങ്ങനെ റസൂലുള്ളാഹിനെ, വഫാത്തായ റസൂലുള്ളാഹിനെ വിളിച്ച് സഹായം തേടിയിട്ടില്ല. ഹക്ക് കൊണ്ട് പോലും പ്രാർത്ഥിക്കരുത് എന്ന് പറയുന്ന മഹാനായ
അബൂ ഹനീഫ ഇമാം സഹായം തേടി എന്ന് നിങ്ങളെ ഉസ്താദുമാര് നിങ്ങളെ പഠിപ്പിച്ചു തന്നത് തെറ്റാണ് മോനെ. അതിന് ഫോട്ടോ കോപ്പിയുടെ പേപ്പർ ഇങ്ങനെ എടുത്ത് ഉയർത്തി കാണിച്ചത് കൊണ്ട് തെളിവാകണമെന്നില്ല. കിതാബിന്റെ പേര് പറഞ്ഞാലും തെളിവാകണമെന്നില്ല. ശരിയായ രൂപത്തിലുള്ള തെളിവ് ദലീൽ ഉദ്ധരിക്കലല്ലേ വേണ്ടത്. ഇനി കേട്ടോ, രണ്ടാമത് പറഞ്ഞതോ അതാ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് അദ്ദേഹത്തെ കുറിച്ചും അതാ വലിയ ഒരു നുണയങ്ങ് തട്ടിവിട്ടു. എന്താ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത്? ഇബ്നു ഹജർ അൽ അസ്ഖലാനി അദ്ദേഹവും എന്ത് ചെയ്തിട്ടുണ്ട്? അങ്ങനെ പാടിയിട്ടുണ്ട്. റസൂലുള്ളാഹിനെ വഫാത്തായ നബിയെ വിളിച്ചിരിക്കുന്നു. ഏത് കിതാബിലാ? ദീവാനുൽ ഹാഫിളീൻ. ഹാഫിളീങ്ങളുടെ ചരിത്രം പറയുന്ന, ഹദീസ് മനപ്പാഠമാക്കിയ ആളുകളുടെ ചരിത്രം പറയുന്ന ഗ്രന്ഥത്തിലാണ് അതുള്ളത് എന്നാ പറഞ്ഞത്, ദീവാനുൽ ഹാഫിളീൻ. എന്നാലേ അതിനെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇബ്നു ഹജർ അസ്ഖലാനിയുടെ ഗ്രന്ഥങ്ങൾ പരിശോധിക്കപ്പെട്ടാൽ ആ ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിൽ ഒന്നും കാണാത്ത ഒരു പ്രത്യേക കിതാബാണ് ഈ സാധനം. ഇതുണ്ടാവാൻ ഒരു കാര്യമുണ്ട്. ഒരാള്, വടക്കേന്ത്യക്കാരനായ ഒരാള് ഹിജറ 9-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പണ്ഡിതന്മാരുടെ കവിതകളെ കുറിച്ച്, ആ കവിതകൾ ശേഖരിക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തി. അങ്ങനെ അദ്ദേഹം ഈ കിതാബിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്, അങ്ങനെ ഞാനത് പരാജയപ്പെട്ടു. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് കിട്ടിയതാണ് ഇബ്നു ഹജർ അസ്ഖലാനിയുടെ പേരിലുള്ള ഈ കിതാബ് എന്ന്. അപ്പോ ഉറപ്പ് മൂപ്പരുടെ പരാജയം മറച്ചുവെക്കാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്ത സാധനമാണ്. അതിലും ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മഹുള്ളയെ കുറിച്ച് പറയപ്പെടുന്ന വാചകങ്ങളും അദ്ദേഹത്തിന്റെ മറ്റു ഗ്രന്ഥങ്ങളിലേക്ക് ഇറങ്ങിയാൽ നമുക്ക് കാണാം അതിന് ഘടകവിരുദ്ധമായ വാചകങ്ങള്. ഞാൻ ഒരൊറ്റ കാര്യം മാത്രം പറയട്ടെ. ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മഹുള്ളയുടെ വിശ്വപ്രസിദ്ധമായ ഗ്രന്ഥമാണ് ഫത്ഹുൽ ബാരി എന്ന ഗ്രന്ഥം. അതാവട്ടെ സ്വഹീഹുൽ ബുഖാരിക്ക് വിശദീകരണം എഴുതിയതാണ്. അതിലതാ അഊദു ബികലിമാത്തില്ലാഹി തആമ്മാതി കുല്ലിഹാ മിൻ ശർരി മാ ഖലഖ എന്ന വിഷയം ഉദ്ധരിക്കുമ്പോ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ള പറയുകയാണ്, അവിടെ കലിമാത്തുല്ലാഹ് എന്ന് പറഞ്ഞത് അല്ലാഹുവിന്റെ വചനങ്ങളാണ്, അത് മഹാന്മാരല്ല. അങ്ങനെ ഒരു വാദമുണ്ടായിരുന്നു. കലിമത്തുല്ലാഹ്, കലാമുല്ലാഹ് എന്നൊക്കെ പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഗ്രന്ഥമായ ഖുർആൻ, അതിന്റെ വാചകങ്ങൾ അത് സൃഷ്ടികളാണ്. ഖുർആൻ മഖ്ലൂഖാണോ? ഖുർആൻ മഖ്ലൂഖാണോ? സൃഷ്ടിക്കപ്പെട്ടതാണോ? അതോ അള്ളാഹുവിന്റെ വചനമാണോ എന്ന ചർച്ച ഉണ്ടാക്കി പുത്തൻവാദികൾ, ആര്? മുഅ്തസിലിയാക്കൾ, ഇപ്പോഴത്തെ ഇവരുടെ ഉസ്താദുമാർ, ഇവരുടെ നേതാക്കന്മാർ. അതെനിക്ക് തെളിയിക്കാൻ 100% കഴിയും. ഇന്ന് സമസ്തക്കാര് കൊണ്ടു നടക്കുന്ന വിശ്വാസം മുഅ്തസിലിയാക്കളുടെയും ജഹ്മിയാക്കളുടെയും വിശ്വാസമാണ് എന്ന് ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ച് തെളിയിക്കാൻ എനിക്ക് സാധിക്കും, ആ റൂട്ടിൽ ഈ വിഷയം വരികയാണെങ്കിൽ. പക്ഷെ അങ്ങോട്ടൊന്നും കടന്നിട്ടില്ല. ഇങ്ങനെ ചാടിയൊക്കെ പോയിന്നുള്ളൂ. ആ റൂട്ടിലേക്കൊന്ന് ഇറങ്ങി വാ. പിന്നെ നൗഷാദ് അഹ്സനിയുമായിട്ട് സംവാദത്തിന് തയ്യാറുണ്ടോന്നാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് അങ്ങനെ വല്ല ധാരണ ഉണ്ടെങ്കിൽ, താല്പര്യം ഉണ്ടെങ്കിൽ കൃത്യമായി ഞാൻ പറയുന്ന അതിനെ, ഞങ്ങൾക്കൊരു പണ്ഡിത സംഘടനയുണ്ട്. ഞാൻ വിചാരിക്കുന്നു ഇവിടെ SKSM എന്ന് പറയപ്പെടുന്ന ഇവിടുത്തെ സലഫി പ്രവർത്തകരും പണ്ഡിത നേതൃത്വമായി കാണുന്നത് KJU ആണെന്ന് തോന്നുന്നു. അതെ, KJU, കേരള നദവത്തുൽ മുജാഹിദീന്റെ പണ്ഡിത സംഘടനയായ കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ധൈര്യമുണ്ടോ സലഫികളെ നിങ്ങളുടെ ആശയം തെളിയിക്കാൻ എന്ന് ചോദിച്ചുകൊണ്ട് നിങ്ങൾ ധൈര്യപൂർവ്വം ആ കത്ത് നിങ്ങളുടെ ജംഇയ്യത്തുൽ ഉലമയുടെ ലെറ്റർ പേഡിൽ കത്തെഴുതിയിട്ട് കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അഡ്രസ് വെച്ചിട്ട് കൊടുക്കൂ. ഇവിടുത്തെ SKSMന്റെ പ്രവർത്തകരോട്, ഇവിടുത്തെ ഫറങ്ങിപ്പേട്ടയിലെ പ്രവർത്തകർക്ക് കൊടുത്തോളൂ. ഇൻഷാ അല്ലാഹ് അതിന് കൃത്യമായ മറുപടി ജംഇയ്യത്തുൽ ഉലമ നിങ്ങൾക്ക് തരുന്നതാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അച്ചടക്കമുള്ള നേതാക്കന്മാരുടെ പിന്നിലുള്ള അനുയായികളായതുകൊണ്ട് ഞങ്ങൾ ഒരു കാര്യം അങ്ങ് പെട്ടെന്ന് വിളിച്ചു പറയൂല. ഞങ്ങൾ അതിനെക്കുറിച്ച് പണ്ഡിതന്മാര് തീരുമാനിക്കും. അപ്പൊ ഇൻഷാ അല്ലാഹ് അതനുസരിച്ച് ചെയ്യാമെന്നാണ്. പിന്നെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ബേജാറൊന്നുമില്ല.
ഞങ്ങൾ കുറെ കാലമായിട്ട് അതങ്ങനെ കണ്ടുവരുന്നു, കൃത്യമായിട്ട് കൊണ്ടു നടക്കുന്നവരാണ്. കൊട്ടപ്പുറത്ത് മുതൽ നമ്മൾ കാണുന്നല്ലേ, ഇങ്ങേറ്റം തലശ്ശേരി വരെ നിൽക്കണേ. ഇനി മംഗലാപുരത്തും അത് നടക്കാൻ അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ട്. ഒരു 100 ആള് അക്കൂട്ടത്തിൽ മാറാനാണ് പടച്ചോന്റെ തീരുമാനമെങ്കിൽ അത് നടക്കട്ടെ, നിങ്ങൾ അതിന്റെ കത്ത് കൈമാറിക്കോളൂ എന്ന് ഞാൻ സാന്ദർഭികമായി ഉണർത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, അപ്പോ ആ പണ്ഡിതന്മാരെ കുറിച്ച് അവരുടെ ഗ്രന്ഥങ്ങളിൽ അവരുടെ ഗ്രന്ഥമാണെന്ന് തെളിയിക്കാൻ കൃത്യമായി തെളിവുദ്ധരിച്ചുകൊണ്ട് തെളിയിക്കാൻ സാധിക്കണം. ഏതെങ്കിലും ഒരു ഫോട്ടോ കോപ്പി ഉയർത്തി കാണിച്ചിട്ട് ആ പണ്ഡിതൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഈ പണ്ഡിതൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നല്ല. എന്നാ അറിയോ, അള്ളാഹുവിന്റെ വചനമാണോ അല്ലേ എന്ന അതാ മുഅ്തസിലിയാക്കളുടെ പുത്തൻവാദികളായ ആളുകളുടെ ചർച്ചയ്ക്ക് മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ല മറുപടി കൊടുത്തത് അഊദു ബികലിമാത്തില്ലാഹി തമ്മാതി കുല്ലിഹാ മിൻ ശർരി മാ ഖലഖ എന്ന ഹദീസ് പറഞ്ഞിട്ടായിരുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, കലിമാത്തുള്ള എന്നത് സൃഷ്ടികളായിരുന്നുവെങ്കിൽ മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ല തെളിവുദ്ധരിക്കുമായിരുന്നില്ല. കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യസ്തഈദു ബിമഖ്ലൂഖ്, സൃഷ്ടികളോട് റസൂലുള്ള സഹായം തേടുന്നയാളല്ല, അഭയം തേടുന്ന ആളല്ല. ആ ഒരൊറ്റ വിഷയം കൊണ്ട് ബോധ്യപ്പെടുന്നു, അല്ലാഹു അല്ലാത്തവരോട് സഹായം തേടാൻ പാടില്ല. ഇത് ഉദ്ധരിച്ചത് ഇബ്നു ഹജർ അസ്ഖലാനിയാണ്. ആ ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹിയുടെ പേരിലാ പറഞ്ഞ ദീവാനുൽ ഹാഫിദുൽ മൂപ്പര് എന്നെ വിളിച്ചു തേടിയിട്ടുണ്ട്. നിങ്ങൾ വിചാരിച്ച നിങ്ങളെ സമസ്തയിലെ മുലാക്കന്മാരെ പോലെ മാറ്റി പറയുന്ന തരം കിട്ടുന്നതനുസരിച്ച് മാറി മാറി പോകുന്ന ആളാണ് വേണ്ട. അതൊക്കെ നിങ്ങളുടെ ധാരണ മാത്രമാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അള്ളാഹുവിന്റെ ദീനിൽ തെളിവ് നിങ്ങൾക്ക് കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ഇവിടെ ഞങ്ങൾ മുശ്രിക്കാക്കി എന്നാൽ ഇവരൊക്കെ മുശ്രിക്കാകണ്ടേ എന്ന വലിയ ചോദ്യം ചോദിച്ചത് പേരോട് മുതലുള്ള ആളുകളുടെ ചോദ്യം അങ്ങ് റിപ്പീറ്റ് ചെയ്തതാണ് മോനെ, അല്ലാതെ തെളിവ് കൃത്യമായി കണ്ടിട്ടല്ല. പിന്നെ ഇടക്കിടക്ക് മുപ്പര് കാണിച്ചൊരു ആംഗ്യുണ്ട്, എന്താ അറിയോ? കണ്ടില്ല? സലഫി പ്രസ്ഥാനത്തിലേക്ക് പോയ ആളുകളൊക്കെ ഇത് കണ്ടിട്ട് പോയി എന്നാ പറഞ്ഞേ. ഉണ്ടോ? ഇത് കണ്ടിട്ട് പോയി എന്നാ പറഞ്ഞേ. ഏത്? ഇത് കണ്ടിട്ട് പോയി എന്ന്. സുബ്ഹാനല്ലാഹ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഞാൻ പറയാണ്, ഇവിടുത്തെ പ്രവർത്തകരെയല്ലേ അവർ കളിയാക്കിയത്? നമ്മൾ ആരും കളിയാക്കാനില്ല. പ്രവർത്തകരെ കളിയാക്കാൻ നിങ്ങൾ പോയതിനാ പൈസക്ക് വേണ്ടിയിട്ടാണ് എന്നാ. സുബ്ഹാനല്ലാഹ്. മോനെ നൗഫൽ സാഹിബേ, ഞാൻ പറയട്ടെ, കൃത്യമായി നിങ്ങളൊക്കെ കുട്ടികളാ, പഠിച്ചു വരുന്നേ ഉള്ളൂ മക്കളെ. ഞങ്ങൾ കുറെ കാലം അതൊക്കെ പഠിച്ച് മനസ്സിലാക്കി റെഡിയായിട്ട് ഇങ്ങ് പോകുന്നതാ. മനസ്സിലായോ? ശരിക്കും ഞങ്ങളൊക്കെ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക്, സലഫി പ്രസ്ഥാനത്തിലേക്ക് പോരാൻ പൈസയുടെ ആവശ്യമുണ്ടായില്ല. പൈസ ഇവിടെ കിട്ടണില്ല, അവിടെയായിരുന്നു ഇഷ്ടം പോലെ, കൃത്യമായി ലഭിച്ചിരുന്നു. അത് ഞാൻ ആരാണെന്ന് അറിയുമ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടും. എനിക്ക് മറുപടി പറഞ്ഞാണല്ലോ പ്രസംഗിച്ചത്. അപ്പോ ഇടക്കിടക്ക് ഇങ്ങനെ കാണിച്ചത് എന്നെ കൂടി ഉൾപ്പെടുത്തിയിട്ടാണെങ്കിൽ ഞാൻ പറയാണ്, വെറുതെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കണ്ട. സലഫി പ്രസ്ഥാനത്തിലേക്ക് പോയ വകയിൽ എനിക്കൊരു കുഞ്ഞിക്കാശും കിട്ടിയിട്ടില്ല, നഷ്ടമല്ലാതെ. എന്ത് നഷ്ടം? എന്ത് നഷ്ടം? സാമ്പത്തിക നഷ്ടം ഉണ്ടായിട്ടുണ്ട്, ആദർശപരമായി വൻ വിജയവും ഉണ്ടായി. നിങ്ങൾക്കറിയോ, ഞാൻ നാളെ പ്രസംഗിക്കാൻ പോകുന്ന സ്ഥലം, മറുപടി പ്രസംഗിക്കാൻ പോകുന്ന സ്ഥലം കുഴിക്കാട്ടുകരയാണ്, ആലുവ, എറണാകുളം ജില്ലയിലെ ആലുവ. ആ കുഴിക്കാട്ടുകരയിൽ ഞാൻ ഓതിപ്പടിച്ച ദർസിന്റെ തൊട്ടടുത്താണ് നാളെ മറുപടി പ്രസംഗം. അവിടുത്തെ നാട്ടുകാർക്കറിയാം, അവരെന്നെ കാത്തിരിക്കാൻ. കാരണം അവിടുത്തെ നാട്ടുകാർക്കറിയാം, ഞാൻ അവിടെ ഓതുന്ന സമയത്ത് ജലാലിയ റാത്തീബിന്റെ അമീറായിരുന്നു. മോനെ നൗഫൽ സാഹിബ്, നിങ്ങൾക്ക് ഈ സംഗതി അറിയില്ല. നിങ്ങൾ ജനിച്ചിട്ട് അത് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ജലാലിയ റാത്തീബിന്റെ അമീറായിരുന്നു. ഇന്ന് അത് കാണുന്നില്ല. ജലാലിയ റാത്തീബിന്റെ അമീർ എല്ലാ വ്യാഴാഴ്ച ദിവസവും ഓരോ വീട്ടിൽ നടത്തും. അങ്ങനെ നടത്തുമ്പോ അന്നൊന്നും അവിടെ സലഫികൾ എന്ന് വിളിക്കപ്പെടുന്ന ആളുകൾ ആരും ഇല്ലായിരുന്നു കേട്ടോ. ഇന്ന് സുബ്ഹാനല്ലാഹ് ഏകദേശം കുറെ ആളുകളൊക്കെ സലഫികളായി ഭയങ്കര ഉഷാർ അവിടെ. അപ്പോ
ഒരാഴ്ചയിൽ കുറഞ്ഞത് ഒരാഴ്ചയിൽ വ്യാഴാഴ്ച അതിൽ നിന്ന് മാത്രം ഒരു 100 റുപ്യ, അതിൽ നിന്ന് മാത്രം ഇത് ഒരു 1.5 മണിക്കൂർ കൊണ്ട് ഒരു 100 റുപ്യ ഇന്ന് കിട്ടും. പിന്നെ മറ്റ് ഖുർആനോത്തോ അല്ലെങ്കിൽ യാസീനോത്തോ അല്ലെങ്കിൽ കബറമ്പുറത്തോത്തോ അല്ലെങ്കിൽ മൗലിദോ ഒക്കെ ഉണ്ടായാൽ അതിനൊക്കെ എക്സ്ട്രാ പൈസ കിട്ടും. പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യമുണ്ട്, എനിക്ക് ഇത്തിരി മണവും ഗുണവും ഉള്ളതുകൊണ്ട് എന്ന് പറഞ്ഞാൽ കുറച്ച് ട്യൂണിലൊക്കെ കോതാൻ അറിയുന്നുണ്ട്. എല്ലാവരും എന്നെ വിളിക്കും, ആ മൂലാരെ വിളിച്ചോട്ടോ, അതൊന്ന് സ്റ്റൈലായിട്ടൊന്ന് ഓതുമല്ലോ എന്ന് വെച്ചിട്ടാണ്. മനസ്സിലായോ? അങ്ങനെ എനിക്ക് പൈസ പോരാത്തതിന് തൽസമാത്ത് എന്ന ഒരു പ്രത്യേക മേഖലയുണ്ട്, അറിയല്ലോ. ഇസ്മിന്റെ പണി എന്ന് പറയും, പേരിന്റെ പണി. ആ തൽസമാത്തിന്റെ പണിയില് കൃത്യമായും എഴുതി കൊടുക്കാനും ഉറുക്കെഴുതി കൊടുക്കാനും വീട്ടിന് രക്ഷബന്ധിക്കാനും കടയ്ക്ക് കച്ചവടം ഉണ്ടാക്കി കൊടുക്കാനുമുള്ള സാധനങ്ങളൊക്കെ എഴുതി കൊടുത്ത ആളാ ഞാൻ. അതിന്റെ വരുമാനം ഞാൻ പറയില്ല, മോൻ കാൽക്കുലേഷൻ എടുത്തൊന്ന് കൂട്ടിയാ മതി, കാൽക്കുലേറ്റർ എടുത്തൊന്ന് കൂട്ടിയാ മതി എത്ര കിട്ടുന്നു. അതൊക്കെ ഒഴിവാക്കിയിട്ടാ കുട്ടി ഞാൻ കൊണ്ട് പോന്നത്. പിന്നെ പാമ്പിനെ മന്ത്രിക്കാനുള്ള റഹ്മാനിയ അറബി കോളേജില് ഹസ്രത്തുമാർക്ക് കിട്ടിയിരുന്ന ഇജാസത്ത് നേടിയ ആളാണ് ഞാൻ. അതിന്റെ റിയാള വീടിയ ആളുമാണ് ഞാൻ. എന്നാണ് ആ മന്ത്രം. എല്ലാം തിരിഞ്ഞിട്ടുണ്ടാ? ഇല്ല. ഇത് കന്നഡ, ഇത് പാഴ്സി ഭാഷയാണെന്നാണ്. പിന്നെ മോനെ, നിനക്ക് പാഴ്സി ഭാഷയുടെ അസ്മാഉൽ ഹുസ്ന അറിയോ? اللهم إني أسألك بعزة برهتهم برهتهم كرير كرير تتلين تتلين طوران طوران مزجل 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 درهق درهق എന്ന് തുടങ്ങുന്ന ഇസ്മാഉൽ ഹുസ്ന അറിയോ മോനെ എനിക്ക്? അതൊക്കെ പഠിച്ചിട്ട് ഇങ്ങോട്ട് പോന്ന, മനസ്സിലായോ? പിന്നെ കച്ചവടം കിട്ടാൻ വേണ്ടിയിട്ട് കടക്കാർക്ക് എഴുതി കൊടുക്കാറുണ്ടായിരുന്നു. പിന്നെ 6 3 3, പിന്നെ 4 4 5 5 6 തകട്, അങ്ങനെ ഇത് എഴുതി കൊടുക്കുക. എഴുതി കൊടുക്കുന്ന ഒരു ഹുക്കുമുണ്ട്, എന്താണെന്നറിയോ? എന്താ ഹുക്കുമ്? വെള്ളിയാഴ്ച ദിവസം ജുമഅക്ക് ശേഷം ഉളു മുറിയാതെ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് എഴുതണം. അങ്ങനെ കടക്കാർ വന്ന് പറയും, നമ്മൾ എഴുതി കൊടുക്കും. നിങ്ങൾ അതിന്റെ വങ്കത്തൊന്ന് സങ്കല്പിച്ചോണേ. നമ്മളെവിടെ ഒരു കട, അതൊരു കടയാന്ന് വെച്ചോളൂ, ഇവിടെ വേറൊരു കട, 2 കടക്കാരുണ്ട്. അങ്ങനെ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ ഭയങ്കര കച്ചവടം വളരെ ഡള്ളാണ്, അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് എഴുതി തന്നേ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ എഴുതി കൊടുത്തു ഈ സാധനം. അങ്ങനെ പിറ്റേന്ന് അൽഹംദുലില്ലാഹ് കുഴപ്പമില്ല ഉസ്താദ്, ഇപ്പം കുറച്ച് കസ്റ്റമറൊക്കെ വരുന്നുണ്ട്, കാരണം ഇത് ആകർഷണ യന്ത്രമാണ് കൊടുത്തിക്കണേ. അങ്ങനെ ആളുകൾ അങ്ങോട്ട് പോവാൻ തുടങ്ങി. അപ്പൊ മറ്റേ ആൾക്ക് ഡള്ളായി. തൊട്ടപ്പുറത്ത് കച്ചവടക്കാരുണ്ട്. അയാൾ വന്നിട്ട് ഉസ്താദ് എങ്ങനെ കച്ചവടം ഡള്ളാണ്, എന്തെങ്കിലും ഓനക്ക് എഴുതി കൊടുത്തോല്ലോ, എന്തെങ്കിലും എനിക്ക് എഴുതി അനക്കും അത് തന്നെ അന്നേക്കാം എഴുതി കൊടുത്തു. അങ്ങനെ ഓൻ തലേന്ന് രാത്രി എഴുതി കൊടുത്തു. പിറ്റേന്ന് ഓന്റെ കയ്യിലതുണ്ട്. അങ്ങനെയുണ്ട്. പിറ്റേന്ന് രാവിലെ കട തുറക്കണ സമയത്ത് ഒരാൾ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് അലുവ വാങ്ങാനായിട്ട്. 2 ബേക്കറി ആണ് സങ്കല്പിച്ചോളി. എന്നിട്ട് ഈ 2ന്റെ ഇടയ്ക്ക് വന്നിട്ട് മൂപ്പർ ഇങ്ങനെ നിൽക്കാണ്. കുറെ നേരം അങ്ങോട്ടും നോക്കി ഇങ്ങോട്ടും നോക്കിക്കുന്നുണ്ടപ്പോ വേറൊരാൾ ചോദിച്ചു, അല്ലടാ എന്താ ഈ ഇവിടെ നിൽക്കണ്? അതെ അലുവ വാങ്ങാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോയാ പോലെ. അതിപ്പോ കൺഫ്യൂഷൻ, അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണേ, കാരണം വലിച്ചോണ്ടിരിക്കുകയാണേ. ആകർഷണം എന്താ, ഇവിടുന്ന് വലിക്കുന്നുണ്ട് അവിടുന്ന് വലിക്കുന്നുണ്ട്. ഇപ്പൊ എങ്ങോട്ട് പോടോന്നറിയാതെ ഓനാകോ എന്ന് നിൽക്കാണ് എന്ന് ആലോചിച്ച് നോക്ക്. ഇതല്ലേ നിങ്ങൾ പഠിപ്പിക്കുന്ന സുന്നത്തിയമാത്ത്? ഒക്കെ എഴുതി കൊടുത്ത് പൈസ മേടിച്ചിട്ട് പോകുന്ന ആളാ ഞാൻ. എനിക്കറിയോ, നല്ല പൈസ ഉണ്ടായിരുന്നു അപ്പുറത്ത്, അതൊക്കെ കിട്ടീനു. ഇപ്പൊ ഒന്നുമില്ല, മനസ്സിലായോ? ഇപ്പൊ നമുക്ക് ഡള്ള. അതുണ്ടോ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഒരു കാര്യം, രാജിവെച്ച് ഇങ്ങോട്ട് പോകുന്നോളി, അപ്പൊ അറിയാം. അപ്പോഴറിയാം എന്താ കിട്ടാന്നുള്ളത്, ഇവിടുന്ന് എന്ത് കിട്ടും എന്നുള്ളത് അപ്പോഴറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, അങ്ങനെയുള്ള ബഡായി ഒന്നും പൊട്ടിച്ച് കളയണ്ട. ഇതൊക്കെ കണ്ടും കേട്ടും കൊണ്ടും കൊടുത്തും തന്നെയാണ് ഇങ്ങോട്ട് പോകുന്നത്, മനസ്സിലായോ? ഇതെല്ലാം കഴിഞ്ഞിട്ട് പോകുന്ന ആളെ നമ്മളെ. ഇനി ഒരു കാര്യം പറയട്ടെ, അങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് പിന്നൊരു കാര്യം എന്താ ചെയ്തറിയോ? ഈ സാധാരണ സ്കൂളുകൾ ഉണ്ടല്ലോ, സ്കൂളുകൾ, മാനേജ്മെന്റ് സ്കൂള്, അതുപോലെ കോളേജുകൾ, ഇപ്പം പലതും ഗവൺമെന്റ് അപ്രൂവൽ കോളേജുകളും ഒക്കെ ആകുമ്പോൾ